ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓട്ടോയുടെ ഫിറ്റ്നസിൻ്റെ റീടെസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇന്നലെ 2024 നവംബർ 26 വണ്ടിയുടെ ടെസ്റ്റ് വർക്കിൻ്റെ കുറച്ച് കാഴ്ചകളും മറ്റു വിശേഷങ്ങളും ഒക്കെ ആട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ വണ്ടി നെടുങ്കണ്ട RDOFസിൻ്റെ കീഴിലാട്ടോ റീടെസ്റ്റൊക്കെ ചെയ്യുന്നത്. അപ്പം നെടുങ്കണ്ട RDOFസിൻ്റെ കീഴിൽ റീടെസ്റ്റൊക്കെ ചെയ്യുന്ന ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരുപാട് കാര്യങ്ങൾ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. മറ്റ് വർഷങ്ങളെ പോലെയൊന്നും അല്ല ഇപ്പോൾ റീടെസ്റ്റിൻ്റെ ടെസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ. നല്ല രീതിക്ക് വെഹിക്കിൾമാർ വണ്ടി നോക്കിയിട്ടൊക്കെ ആട്ടോ വണ്ടി വരുള്ളൂ. എനിക്കുണ്ടായ അനുഭവങ്ങളും മറ്റും ഒക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ അറിയിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വണ്ടി ടെസ്റ്റ് വർക്കിനായിട്ട് നമ്മൾ ചെയ്തെടുത്തേക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. പെയിൻ്റൊക്കെ നമ്മൾ വലിയ കാര്യമായിട്ട് അടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം പോയ ഭാഗങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പം ഫ്രണ്ടിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യെല്ലോ കളറൊന്നും ചെയ്തിട്ടില്ല, ബ്ലാക്കും ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ കളറ് ഡാമേജ് വന്നതെന്ന് പറഞ്ഞ് ഈ ഹെഡ്ലൈറ്റിൻ്റെ ഈ ഡൂം, അതുപോലെ ഈ മൺകാട്, അപ്പോൾ അത് നമ്മൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ വീലിൻ്റെ ഡിസ്കിൻ്റെ ഈ ഭാഗമൊക്കെ നമ്മൾ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ടയറിൻ്റെ ഈ സിൽവർ പെയിൻറ്റും നമ്മൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ തിളക്കമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം കേട്ടോ, എങ്ങനെ വരുത്തി എന്നുള്ളതൊക്കെ. ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം വലിയ ചിലവില്ലാത്ത രീതിയിൽ അടിച്ചേക്കുന്ന ഒരു പെയിൻ്റ് ആട്ടോ വണ്ടി കിടക്കുന്നത്. ഫ്രണ്ട് നമ്മൾ യെല്ലോയോ അതുപോലെ ബ്ലാക്കോ ഒന്നും ചെയ്തിട്ടില്ല. ഈ മൺകാടിൻ്റെ ഈ കളറും ഈ കാണുന്ന സിൽവറും മാത്രം നമ്മളൊന്ന് ടച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിലേക്ക് പോയി കാണിച്ചു തരാം. ഇതിപ്പോൾ ഉള്ളൊക്കെ നമ്മൾ വലിയ വില വരാത്ത ഒരു പെയിൻറ്റ് മേടിച്ചത് ഏകദേശം ഒരു 260 ഒരു 6 ലിറ്ററിന് വന്ന ഒരു പെയിൻ്റ് ആട്ടോ നമ്മൾ മേടിച്ച് ജസ്റ്റ് ഒന്ന് അടിച്ചേക്കുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ഒരു പുതുമയൊക്കെ കാണുന്നുണ്ട്. ഈ ഹാൻഡിലിൻ്റെ ഈ ഭാഗമൊന്നും നമ്മൾ അടിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഈ ഫുട്ബോർഡിൻ്റെ ഈ ഒരു ഭാഗം, പുറത്ത് കാണുന്ന ഈ ഒരു ഭാഗമൊക്കെ നമ്മളൊരു 120 രൂപ റേഞ്ച് വരുന്ന ഒരു PU പെയിൻ്റ് ആട്ടോ. ഇതുണ്ടോ ഈ ഭാഗത്തിൻ്റെ താഴെ ഇതുണ്ട്, ഇവിടെയൊക്കെ അടിച്ചേക്കണത് നമ്മൾ ആ 120 രൂപയുടെ പെയിൻ്റ് ആട്ടോ അടിച്ചേക്കുന്നത്. പിന്നെ ഈ പോർഷനൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ പെയിൻ്റ് ആട്ടോ. ഈ തിളക്കത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കണേന്ന് പറഞ്ഞുതരാം കേട്ടോ. ലെറ്ററൊക്കെ എന്ന് പറഞ്ഞാൽ പഴയത് തന്നെയാണ് കേട്ടോ. നമ്മൾ ചെറിയ മാസ്കിൻ ടേപ്പ് ഉപയോഗിച്ച് മറിച്ചെടുത്തേക്കണേ. പിന്നെ അപ്പോൾസറിയൊക്കെ ആണെങ്കിലും ആ പഴയ അപ്പോൾസറിയൊക്കെ തന്നെയാണ് കേട്ടോ, വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല ഫ്രണ്ടിലാണേലും. അപ്പോൾ ഉള്ള നൈസായിട്ടൊന്ന് പെയിൻറ്റ് പറപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ, നമ്മളെ ക്രോസ് ബമ്പർ യെല്ലോ അടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുണ്ട്, ഈ പോർഷനും നമ്മൾ ബ്ലാക്ക് ടച്ച് ചെയ്തെടുത്തേക്കുന്ന കേട്ടോ. ഇതുണ്ടോ ഇത്രയും ഭാഗം, ഈ പോർഷനും ഈ യെല്ലോ ഒന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ അതുപോലെ തന്നെ ഇതുണ്ടോ, ഈ ഭാഗം ബ്ലാക്ക് ടച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുണ്ടോ ഈ ഫുട്ബോർഡ് നമ്മൾ ബ്ലാക്ക് ടച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിലും ഈ ഇതുണ്ടോ ഈ മൺകാട് അതുപോലെ ഈ സിൽവർ ഒക്കെ നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തേക്കണേ. ഇതാണ് ബാക്കിൽ നിന്നുള്ളൊരു കാഴ്ച. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ഇതുണ്ടോ ഈ ചെറിയൊരു തിളക്കം കണ്ടോ, പഴയ പെയിൻ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തേക്കണേ എന്നുള്ള കേട്ടോ ഇനി കാണിക്കാൻ പോണേ. അത് വേറൊന്നുമല്ല, ഇത് കണ്ടോ 3mm എന്ന് പറഞ്ഞ ഒരു പ്രീമിയം ലിക്വിഡ് വാക്സ് എന്ന് പറഞ്ഞൊരു സാധനം കേട്ടോ. ഒരു 200 രൂപ റേഞ്ചാട്ടോ ഇതിൻ്റെ വില, 100 മില്ലി ഉള്ളൂ. അപ്പോൾ ഇതെടുത്തിട്ട് അങ്ങ് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഇതുണ്ടോ ഈ കാണുന്ന ഒരു തിളക്കം കിട്ടും. അപ്പം ഇപ്പം ശരിക്കും പറഞ്ഞ ഒരു കോട്ട് പെയിൻ്റ് അടിച്ചേക്കുന്ന പോലെ തോന്നും പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ. പഴയ പെയിൻ്റായിരുന്നു, അത് നമ്മൾ നൈസായിട്ടൊന്ന് പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുണ്ടോ, ഇതും പഴയ പെയിൻ്റാണ്. അപ്പോൾ അതും നമ്മൾ നമ്മുടെ ഈ പോളിഷ് വെച്ചൊന്ന് പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് തിളക്കത്തിൻ്റെ ഒരു ഇത് പറയാനുള്ളത്. കണ്ടോ ഇതെല്ലാം നമ്മൾ പോളിഷ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ടച്ച് എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ലിക്വിഡ് വെച്ച് ഒന്ന് പോളിഷ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കോട്ട് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് എന്നൊരു തോന്നൽ വരും, പക്ഷേ ഇല്ല. പിന്നെ പറയാനുള്ളത് ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യണേ കേട്ടോ. ഇത് പെയിൻറ്ററെ എടുത്തുകൊണ്ടൊന്നും ചെയ്യണമല്ല കേട്ടോ. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ തന്നെ കുറഞ്ഞ പെയിൻറ്റാണ് കിടക്കുന്നത്. ഇതൊക്കെ 120 രൂപ വില വരുന്ന ഒരു PU പെയിൻ്റ് അത് നമ്മൾ നൈസായിട്ട് അങ്ങ് ടച്ച് ചെയ്തെടുത്തേക്കുന്നേ കാണുന്നത്. നമ്മുടെ ഈ ഡാഷ് ബോർഡ് കണ്ടോ, ചെറിയൊരു പുതുമ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. കണ്ടോ, അതെങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തേക്കണമെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, അതും ഈ ഇതൊക്കെ വേവ്സോ അങ്ങനെ എന്തോ ഒരു ലിക്വിഡാട്ടോ. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ബ്രദർ എങ്ങാണ്ട് മേടിച്ച് വെച്ചേക്കണേ, നമ്മൾ നൈസായിട്ട് ഇങ്ങ് എടുത്തു. അത് എടുത്ത് വെച്ച് നൈസായിട്ട് ഇത് കണ്ടോ മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്തെടുത്തപ്പോഴാണ് ഈ പുതുമ ഇങ്ങനെ കിട്ടിയേക്കണേ. പിന്നെ വണ്ടിയുടെ ഉള്ളൊക്കെ അറിയാമല്ലോ, നമ്മൾ അത്യാവശ്യം നീറ്റായിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിപ്പോൾ ഒരു ആക്സിലേറ്റർ ഞാൻ പിടിപ്പിച്ചേക്കണേ കേട്ടോ. ഇത് ടെസ്റ്റിനൊന്നും പോകുമ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്തുകൊണ്ട് പോകരുത് കേട്ടോ, ഒരു വണ്ടി നോക്കി തരില്ല. അത്യാവശ്യം സെൻറ്റർ പ്ലാറ്റ്ഫോം അവിടെ കാണുന്നത്. ഇപ്പം നമ്മൾ സ്റ്റാൻഡിലേക്ക് പോകാൻ തുടങ്ങും, അപ്പം വണ്ടി അത്യാവശ്യം നീറ്റായിട്ട് എടുത്തേക്കുന്നതാണ്. ഇതിപ്പോൾ ഈ ടയറിൻ്റെ ഈ കളറ് നമ്മൾ ഈ സിൽവർ അടിച്ച് കഴിഞ്ഞപ്പം കുറച്ച് പറന്ന് പിടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ എന്നാ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിൽവർ മാസ്കിൻ ടൈപ്പൊക്കെ വെച്ച് പത്രമൊക്കെ വെച്ച് മറച്ചിട്ട് നമ്മൾ ജസ്റ്റ് ആ മാറ്റുള്ളാക്കി ഒന്ന് പറപ്പിച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ നല്ലൊരു പുതുമ ടയറിന് കിട്ടുന്നുണ്ട്. ഇതുണ്ടോ, ടയർ അത്യാവശ്യം നല്ല നീറ്റായിട്ടായിരിക്കുന്നത്. ജസ്റ്റ് ആ മാറ്റുള്ളാക്കി ഒന്ന് പറപ്പിച്ചു നമ്മൾ. ഇതുണ്ട്, ഈ ഭാഗം തൊട്ട് നമ്മൾ ഈ ഒരു പീസ് ഇതുണ്ടോ, ഇതിങ്ങനെ നമ്മൾ മാറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തേക്ക് ഇതുണ്ടോ, ഈ ഒരു പീസും നമ്മൾ മാറിയിട്ടുണ്ട് കേട്ടോ. അത് സംഭവം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു KSRTC-കാരൻ ആ ഡ്രൈവർ സീറ്റിൻ്റെ സൈഡിലുള്ള ഡോറ് നമ്മളങ്ങ് പാസ് ചെയ്തപ്പോൾ പുള്ളി നിർത്തിയിട്ടേക്കുമായിരുന്നു. പുള്ളി അങ്ങ് തുറന്നു വിട്ടു, നമ്മുടെ ആ സൈഡ് മൊത്തം പൊളിച്ച് കളഞ്ഞു. അപ്പോൾ ഈ പടുത നമ്മൾ അത്യാവശ്യം ഒരു വർഷമൊക്കെ ഉപയോഗിക്കാനുള്ള പടുത ഉണ്ടായിരുന്നു കേട്ടോ. ഈ പീസയിലും കൂടെ അങ്ങ് കീറലുണ്ടാക്കിയപ്പോൾ നമ്മളത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ തിരിച്ചു വിടും. അതുകൊണ്ട് നമ്മൾ ആ പീസ് അങ്ങ് മാറിക്കളഞ്ഞു കേട്ടോ. 2 മീറ്റർ പടുത മേടിച്ച് വെച്ച് നൈസായിട്ട് അതങ്ങോട്ട് മാറി. ഇപ്പം ഫുള്ള് പടുത നല്ല പുത്തൻ പടുത പോലെ തോന്നുന്നുണ്ട്. അതും നമ്മൾ തന്നെ ചെയ്യണേ കേട്ടോ. അത്യാവശ്യം നമുക്ക് മെഷീനും കംപ്രസർ അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങളുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇതിപ്പോൾ നമ്മളൊരു അപ്പോൾസറിക്കാരൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയും ഒരു പടുത മേടിച്ചിട്ടോളാൻ പറയും. പടുതയ്ക്ക് 1300 റെക്സീന് ഇന്നർ എല്ലാം കൂടെ കൂട്ടി എന്താണേലും നമുക്കൊരു 50,000-6,000 രൂപ മുടക്ക് വരും. ഇതിപ്പോൾ നമ്മൾ നൈസായിട്ട് വീട്ടിലിട്ട് അയച്ച് അങ്ങ് കറക്റ്റ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് ആ ഒരു എക്സ്പെൻസും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ. വണ്ടിയുടെ ക്വാളിറ്റിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ, വലിയ ഒരു ക്വാളിറ്റി എന്ന് പറയാനില്ല, എന്നാലും ആവറേജ് ഒരു ക്വാളിറ്റിയിലൊക്കെയാണ് നമ്മൾ വണ്ടി കൊണ്ടുവച്ചത്. എന്നിട്ടും നമുക്ക് ചെറുതായിട്ടൊക്കെ പണി തന്നു കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ബാക്ക് സീറ്റിൻ്റെ ഫ്രെയിമേൽ കുറച്ച് പെയിൻറ്റ് പോയിരിക്കണ്ടായിരുന്നു. അപ്പോൾ പുള്ളി അത് നോക്കിയിട്ട് പറഞ്ഞു അത് പെയിൻറ്റ് അടിച്ചിട്ട് ഫോട്ടോ ഇട്ട് കാണിക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ നൈസായിട്ട് നമ്മുടെ RDFCൻ്റെ അടുത്തുനിന്ന് മാറി വെച്ച് ഒരു പെയിൻറ്റ് കടയിൽ ചെന്ന് വെച്ച് 50 മില്ലിയുടെ സാമ്പിൾ ടിന്നും മേടിച്ചു, ഒരു ബ്രഷും മേടിച്ചു. മൊത്തത്തിലൊരു 50 രൂപ. അത് നമ്മൾ നൈസായിട്ട് ഫ്രെയിം പെയിൻറ്റിങ് അടിച്ച് എടുത്തിട്ട് കാണിച്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നെടുങ്കണ്ട RDFCൻ്റെ കീഴിലാണ് നിങ്ങൾ വണ്ടി റീടെസ്റ്റിന് പോകണമെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഓട്ടോ ടാക്സിയാണ് നിങ്ങൾ ടെസ്റ്റിന് കൊണ്ടുപോകുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ വണ്ടിയുടെ സസ്പെൻഷനിൽ കിടക്കുന്ന സ്പ്രിങ്ങിൻ്റെ ഹൈറ്റ് നോക്കിയിട്ട് അത് ഓവറാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളത് കുറച്ചിട്ട് പോയില്ലെങ്കിൽ നിങ്ങളുടെ വണ്ടി റീടെസ്റ്റ് ചെയ്ത് നോക്കി തരാണ്ടിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഉറപ്പായിട്ടും. അപ്പോൾ എൻ്റെ വണ്ടി ഏത് കോലത്തിലാണ് ഞാൻ കൊണ്ടുപോയെന്നുള്ളത് ഫോട്ടോ കിടപ്പുണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങളെ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ പറയാനുള്ളത് വണ്ടി പഴയതുപോലെ ഒന്നുമല്ല. ഞാൻ ഏകദേശം 15 വർഷം വണ്ടി ടെസ്റ്റിന് കൊണ്ടുപോയിട്ടും ചോദിക്കാത്ത കാര്യങ്ങളൊക്കെ ഇന്നലെ ചോദിച്ചത്. അതായത് വണ്ടി റിവേഴ്സ് ഇടാൻ പറഞ്ഞു, റിവേഴ്സ് ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചോദിച്ചു. ഈ കാണുന്ന മിറർ അത് ശരിക്കും പറഞ്ഞാൽ ഈ റൈറ്റ് സൈഡിലിരിക്കണ മിറർ ലെഫ്റ്റ് സൈഡിലും, അതുപോലെ ലെഫ്റ്റ് സൈഡിലിരിക്കണ മിറർ റൈറ്റ് സൈഡിലും വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പറയാനുള്ളത് ഞാൻ പറഞ്ഞില്ലേ,
പെയിൻറ്റ് ഭാഗങ്ങളെല്ലാം പക്കയായിരിക്കണം. അതുപോലെ ടയർ ഭാഗങ്ങൾ, വണ്ടി ഡെലിവറി ആകുമ്പോൾ എന്തെല്ലാം ലൈറ്റ് വണ്ടിയുടെ പുറത്തുണ്ടോ അതെല്ലാം വർക്കിംഗ് ആയിരിക്കണം. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. സംഭവം എന്നാന്ന് വെച്ചാൽ വണ്ടിയുടെ പേപ്പറിൽ അവർ നോക്കി കണ്ടുപിടിച്ച കംപ്ലയിൻറ്റ് നിന്ന് എഴുതിയിട്ട് നമ്മുടെ കയ്യിലേക്ക് തന്നെ തരും ആ പേപ്പർ. ആ പേപ്പർ അങ്ങ് മേടിച്ചുകൊണ്ട്, ആ സ്ലിപ്പ് അങ്ങ് മേടിച്ചുകൊണ്ട് പോയാലാണ് നമ്മുടെ വണ്ടി പേപ്പറാവുള്ളൂ. അപ്പം ഇവർ ആ കംപ്ലയിൻ്റ് ആ പേപ്പറിൽ എഴുതിയിട്ട് നമ്മുടെ കയ്യിലേക്ക് മറ്റ് പേപ്പറുകളെല്ലാം അങ്ങ് തരുക. ഇത് പോയി ക്ലിയർ ചെയ്തുകൊണ്ട് വന്നാൽ മാത്രമാണ് ഫിറ്റ്നസ് കറക്റ്റ് ചെയ്ത് തരുള്ളൂ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വണ്ടി നല്ല രീതിക്ക് നോക്കി റീടെസ്റ്റ് നടത്തി കൊടുക്കണ ഒരു RD ഓഫീസ് ആട്ടോ, നെടുങ്കണ്ട RD ഓഫീസ്. മറ്റ് സ്ഥലങ്ങളൊന്നും ഇത്ര സ്ട്രിക്റ്റാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ 1% പോലും അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുമെന്ന് ഓർത്ത് നിങ്ങൾ പോകണ്ട. അപ്പം വണ്ടി മാക്സിമം 99.9% നിങ്ങൾ വണ്ടി ക്ലിയർ ആക്കിക്കൊണ്ട് പോയാൽ മാത്രമാണ് നിങ്ങൾക്ക് വണ്ടി റീടെസ്റ്റ് ചെയ്ത് കിട്ടുള്ളൂ. എൻ്റെ സ്റ്റാൻഡിൽ നിന്നൊക്കെ ഒത്തിരി വണ്ടികൾ ഈ ടച്ച് ചെയ്തുകൊണ്ടൊക്കെ പോയിട്ടേ, ടച്ച് ചെയ്യുമ്പോൾ എന്നാ ഒരു കുഴപ്പമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ മാസ്കിങ് ടേപ്പൊക്കെ ഉപയോഗിച്ച്, പത്രമൊക്കെ ഉപയോഗിച്ച് നമ്മൾ മറ്റ് ഭാഗങ്ങൾ മറച്ചിന് പുകച്ചിൽ വരും. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഈ വണ്ടി ടച്ച് ചെയ്തിട്ടേ ഉള്ളൂ, ഫുൾ പെയിൻറ്റ് അടിച്ചിട്ടില്ല എന്നുള്ളത്. അങ്ങനെയൊക്കെ അവർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി റിട്ടേൺ വിട്ടിട്ട് ഫുൾ പെയിൻറ്റ് അടിച്ചുകൊണ്ട് വരാൻ പറയും. പിന്നെ പറയേണ്ടത് എക്സ്ട്രാ ഫിറ്റിങ്സുകൾ. വണ്ടി ഈ പറഞ്ഞ പോലെ ഓവറായിട്ട് സ്പ്രിങ് ഇട്ട് വെക്കുക, അതുപോലെ ക്രോസ് ബാർ മേളിൽ കൂടെ 2 വെക്കുക, ഈ നിക്കിലിങ് ബാറുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർ വെട്ടി അത് പറിച്ചുകൊണ്ട് വരാൻ പറയും. അപ്പം പഴയ രീതിയിലൊന്നും ഇനി കളി നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് നെടുങ്കണ്ട RD ഓഫീസിൻ്റെ കീഴിലാണ് നിങ്ങൾ വണ്ടി ടെസ്റ്റ് ചെയ്യാൻ പോകണമെങ്കിൽ വണ്ടി A to Z പക്കയാക്കിക്കൊണ്ട് പോയാൽ മാത്രമാണ് നിങ്ങൾക്ക് വണ്ടി റീടെസ്റ്റ് ചെയ്ത് കിട്ടുള്ളൂ. എൻ്റെ സ്ഥലം ശരിക്കും പറഞ്ഞാൽ രാജകുമാരി. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ അടുത്തുണ്ട് വൺ സൈഡ്. അപ്പോൾ 2 സൈഡും കൂടി ആകുമ്പോൾ 60 കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിക്കും. അപ്പം ഈ വണ്ടി നമ്മൾ കൊണ്ടുപോയിട്ട് ഇത് റീടെസ്റ്റ് ചെയ്ത് തന്നില്ലെങ്കിൽ അത് മാനസികമായിട്ട് നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ലോക്കലിലുള്ളവർ നെടുങ്കണ്ട RD ഓഫീസിൻ്റെ കീഴിലാണ് നിങ്ങൾ വണ്ടികൾ റീടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വണ്ടികൾ A to Z ഭാഗങ്ങൾ, ലൈറ്റുകൾ, അതുപോലെ ടയർ, പെയിൻറ്റ്, പടുത, അപ്പോൾസി, മറ്റു കാര്യങ്ങളെല്ലാം നീറ്റാക്കിക്കൊണ്ട് പോക്കും. ഇതൊക്കെയാണ് ഇതിനകത്ത് പറയാനുള്ളത്. പുതിയ മീറ്ററാട്ടോ നമ്മുടെ വണ്ടിയിൽ മേടിച്ച് വെച്ചത്. അപ്പം നേരത്തെയൊക്കെ നമുക്ക് ഈ രാജകുമാരി സൈഡിലൊക്കെ എന്ന് പറഞ്ഞാൽ മീറ്റർ പതിപ്പിക്കാൻ പോകുന്നത് മൂന്നാർ സൈഡിലേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ലീഗൽ മെട്രോളജിയുടെ ഓഫീസും കൂടെ ഈ ടെസ്റ്റിംഗ് പോയിൻറ്റിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഡേറ്റ് തരും. അപ്പോൾ നമുക്ക് ഇനി മുതൽ നെടുങ്കണ്ടത്ത് നമ്മുടെ മീറ്റർ പതിപ്പിക്കാനുള്ളൊരു സൗകര്യം കൂടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. ഇപ്പോൾ ഇന്നലെ മീറ്റർ മേടിക്കാൻ പോയ ആ കടയിലെ സ്റ്റാഫ് പറഞ്ഞത്, നമ്മുടെ അഡ്രസ്സ് നോക്കിയിട്ട് പറഞ്ഞത് ഇവിടെ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൂടെയൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കട്ടോ ഗേസ്. അപ്പോൾ അപ്പോൾസറി പണിയൊക്കെ ചെയ്യണം നമ്മുടെ മെഷീനാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ പരിപാടികളൊക്കെ തന്നെ ചെയ്യണമെന്ന് പറയുമ്പോൾ ചെറിയൊരു ഡൗട്ട് അടിക്കണ്ടല്ലോ എന്ന് പറഞ്ഞത് കാണിച്ചാൽ കേട്ടോ. കണ്ടോ, ഇത് നമ്മൾ നൈസായിട്ട് പുറത്ത് അടിച്ചിട്ടാണ് നമ്മുടെ അപ്പോൾസറി പണിയൊക്കെ ചെയ്യണേ. വേണ്ട മെറിറ്റിൻ്റെ നല്ല കിട്ടില്ല സാധനമായിരിക്കണേ. സൈഡാക്കി വെച്ചേക്കും. ഇപ്പം നമ്മൾ ടേബിൾ പോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ചെറിയൊരു കംപ്രസറാട്ടോ, 35 ലിറ്റർ കപ്പാസിറ്റി ഉള്ളൊരു കംപ്രസർ. അത്ര കണ്ടീഷനൊന്നും അല്ല, നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ പറ്റും. അപ്പോൾ ഇതൊക്കെ കാണിക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാ തന്നെ ഈ വർക്കൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിയുമ്പം ഇവൻ തള്ളണയാണോ എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ടാട്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചേ. ഒത്തിരി പഴക്കമുള്ള സാധനം, അത്യാവശ്യം നമുക്കിടെ ഉപയോഗമൊക്കെ നടക്കുകയുള്ളൂ. ഞാൻ ആ പെയിൻറ്റ് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, SD പെയിൻ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ വില കിടക്കണുണ്ടോ, 1/2 ലിറ്റർ 267 രൂപ. ഇതാട്ടോ നമ്മൾ ആ ഉള്ളിലൊക്കെ അടിച്ചേക്കണേ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ടെസ്റ്റ് വർക്കിൻ്റെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആട്ടോ ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ കാണിച്ചതും ഒക്കെ. നമ്മുടെ ഈ നെടുങ്കണ്ട RD ഓഫീസിൽ ഇപ്പോൾ ഇത്രയും സ്ട്രിക്റ്റ് ആയേക്കണതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പീരുമേട് സൈഡിലെങ്ങാണ്ട് കണ്ടമാനം ഹൈറ്റിൽ സ്പ്രിങ് ഇട്ടൊരു വണ്ടി ആക്സിഡൻറ്റിൽ പെട്ട ഒരാൾ മരണപ്പെട്ടു എന്നൊക്കെ ആട്ടോ പറയുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് ഈ സസ്പെൻഷനിലുള്ള ഈ സ്പ്രിങ് ഇവർക്ക് ഭയങ്കരമായിട്ട് ഇവർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്, ഇത് അഴിപ്പിക്കാനൊക്കെ തുടങ്ങിയത്. അപ്പം ഇത്തരത്തിലൊക്കെ ഈ വണ്ടി, അതായത് ഓട്ടോ, ഈ മോഡിഫിക്കേഷൻ ചെയ്യണ ഫ്രീക്ക് പിള്ളേരൊക്കെ ആയിട്ടുള്ള ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ കാണിക്കുന്ന ഈ മോഡിഫിക്കേഷൻ, അപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരും, എന്നാൽ പോലും ഞാൻ പറയും കേട്ടോ.
മിക്ക വണ്ടിക്കാരും ഓട്ടോ ടാക്സിയൊക്കെ എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടി ഇൻഷുറൻസാണ് കൂടുതലും എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഓവറായിട്ട് ഈ ബാക്കിൽ സ്പ്രിങ് കയറ്റൽ, അതുപോലെ ഫ്രണ്ടിലെ ഫോർക്കിൽ സ്പ്രിങ് കട്ട് ചെയ്ത് ഫ്രണ്ട് താത്തൽ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ ഈ വണ്ടി റോട്ടിൽ കൂടെ ഓടിച്ച് എന്തെങ്കിലുമൊക്കെ ആക്സിഡൻറ്റുകളിൽ നിങ്ങളുടെ വാഹനം പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും തേർഡ് പാർട്ടി ഇൻഷുറൻസ് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം അത് മോഡിഫിക്കേഷൻ കാറ്റഗറി പെടുത്തും. അപ്പം ഈ തേർഡ് പാർട്ടിക്ക് വരുന്ന നഷ്ടങ്ങൾ മൊത്തം നിങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പം നിങ്ങൾ ഈ വണ്ടിയുടെ ടോപ്പിൽ ഈ ക്രോസ് ബാർ വെക്കുക, അതുപോലെ ഇങ്ങനെ ബാലൻസ് റാഡ്, അതുപോലെ സ്പ്രിങ്, ഇതെല്ലാം കയറ്റുമ്പോൾ സബ്ബ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വണ്ടിയെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം പൈസ അതിനകത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വഴിക്കിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫൈനും കിട്ടും. അപ്പോൾ നിങ്ങൾ ഓരോ ആളുകൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൊണ്ടാണ് ഇപ്പോൾ ഹൈ റേഞ്ചിലുള്ള ഒട്ടുമിക്ക ഈ ഓട്ടോ ടാക്സി ഓടിക്കുന്ന ആളുകൾക്ക് ഒരു രീതിയിൽ ഈ വണ്ടി ടെസ്റ്റ് ചെയ്ത് ഓടിക്കാനുള്ളൊരു സാഹചര്യം വെക്കുന്നില്ല. ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഈ വണ്ടിയിലേക്ക് എത്ര രൂപ മുടക്കിയാലും, അതുപോലെ സ്റ്റിക്കർ വർക്കുകൾ എത്ര രൂപ മുടക്കി ഇതിലേക്ക് സ്റ്റിക്കർ ചെയ്യണേ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വേസ്റ്റാണ് ആ പൈസ. ഇത് നിങ്ങൾ എത്ര മോഡിഫിക്കേഷൻ ചെയ്താലും വണ്ടി എത്ര ഭംഗിയാക്കിയാലും മിനിമം ചാർജ് ഈ പറഞ്ഞ തുകയല്ലേ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്കും പണിയാണ്. നെടുങ്കണ്ട RDFCൻ്റെ കീഴിലാണ് നിങ്ങളുടെ വാഹനം, അതായത് ഓട്ടോ പ്രത്യേകിച്ച് റീടെസ്റ്റിന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി A to Z നീറ്റ് ആൻഡ് ക്ലിയർ ആക്കിയിട്ട് പോകാവുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അവിടെ അനുഭവിക്കേണ്ടി വരും. മെയിനായിട്ടും സസ്പെൻഷനിൽ കിടക്കുന്ന സ്പ്രിങ് നിങ്ങളുടെ കൺസൾട്ടൻറ്റിനോട് തന്നെ ചോദിക്കുക, ഹൈറ്റ് ഇത് കുഴപ്പമുണ്ടോയെന്ന്. ഞാനൊക്കെ ഫോട്ടോ എടുത്തിട്ട് കൊടുത്തു. അപ്പോൾ പറഞ്ഞു അത് നടക്കില്ല, സ്പ്രിങ് എന്താണെങ്കിലും ഊരിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് സ്പ്രിങ് ഉപയോഗിക്കുകയാണെങ്കിലും അന്നത്തെ ദിവസം നിങ്ങൾ ആ ഹൈറ്റ്, അപ്പോൾ അവർ നോക്കും, മൺകാടും വീലുമായിട്ട് ഉള്ള ഗ്യാപ്പൊക്കെ അവർ നോക്കും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് അത് കൂടുതലാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ കൊണ്ട് അഴിപ്പിക്കും. ഇല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോകൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.